ഭരണം പോയതോടെ കണ്ണൂരാണല്ലോ ഇവരുടെ ആസ്ഥാന ബുദ്ധിജീവികളുടെ സി പി എമ്മിൻ്റെ ആസ്ഥാന ബുദ്ധിജീവികൾ മാത്രമല്ല അവരുടെ കേന്ദ്രം. കാരണം പിന്നെ CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ പദവി CPM എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുക എന്നുള്ളതാണ്. അതെ. അപ്പോൾ എന്താണെങ്കിലും ഈ പറഞ്ഞ അണ്ണന്മാർക്കെല്ലാം എതിരെ അതിശക്തമായ വികാരം അവിടെ ഉയർന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലൂടെ രഹസ്യമായി പ്രകടിപ്പിച്ച ആ വിയോജിപ്പ് ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്ന ആളുകൾ അവിടെ. കാരണം 48,000 വോട്ടിൽ എങ്ങാണ്ടാണ് TI മധുസൂദനൻ പയ്യന്നൂർ ജയിച്ചത്. അതെ. ഇത്തവണ അയാൾ പരാജയപ്പെടുന്ന 20,000 വോട്ടിന് മുകളിലാണ്. അല്ല, ഒരാൾ രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വാരി എന്ന് ഉത്തരവാദിത്തമുള്ള മാന്യനായ സീനിയറായ ഒരു നേതാവ് പറയുന്നത് 11 വർഷമായിട്ട് ഉന്നയിക്കുന്ന ആരോപണമാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്തത്? അയാളെ പുറത്താക്കിയതിന് ശേഷം ഇയാൾക്ക് വീണ്ടും സീറ്റ് കൊടുത്തു. പാർട്ടിക്ക് ഒരാളും അതീതമല്ല, ഞങ്ങൾ തീരുമാനം. ആരാണ് പാർട്ടി? പിണറായിയാണ് പാർട്ടി, MB ഗോവിന്ദനാണ് പാർട്ടി. അതിന് മുകളിലോട്ട് പാർട്ടി. ഞാൻ എൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കും, ഞാൻ എനിക്ക് പിന്നെ രക്തസാക്ഷി ഫണ്ട് കട്ടവനെ ഞാൻ സ്ഥാനാർത്ഥിയാക്കും, ആര് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ്റെ അണ്ണാക്കിൽ കൊണ്ട് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ മണ്ഡലത്തെ അവിടെ വീടിനടുത്ത് കൊണ്ട് ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുന്നത് എന്താണ്? പാർട്ടി നേതാക്കളല്ല, പാർട്ടിയാണ് വലുത്. അപ്പം അവർ പറയുന്നത് ഒന്നുകിൽ ജയരാജനെയോ അല്ലെങ്കിൽ സ്വരാജിനെയോ സംസ്ഥാന സെക്രട്ടറി ആക്കണം. പി ജയരാജന. അത് നമ്മളെ കോൺഗ്രസിൽ പറയുന്ന പോലെ നാളെ മുതൽ നീ KPCC പ്രസിഡന്റാണ്, നാളെ മുതൽ നീ DCC പ്രസിഡന്റാണ് എന്ന് പറയുന്ന പോലെ അല്ലല്ലോ പാർട്ടി. CPMന്റെ കേഡർ സംവിധാനം എന്ന് പറഞ്ഞാൽ അതിനൊരു രീതിയുണ്ട്. പറ്റിയൊരു ജില്ലാ സെക്രട്ടറി ഉണ്ട് അവർക്ക്. ഈ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിരിക്കുമല്ലോ ചെയ്യാത്ത, ഈ ചിരിക്കാത്തവരെ ഒന്ന് മനുഷ്യന്റെ മുഖത്തോ ഈ മിനിമം ചിരിക്കാനും ചെയ്യണ്ടേ. KK രാഗേഷ് പുള്ളിയാരുടെ ഒരു വിവാദ പ്രസ്താവന ഇടയ്ക്ക് നടത്തിയായിരുന്നു. അതെ, പുള്ളി തരുന്ന പ്രസ്താവന നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ തിരിച്ചറിയാണ്. തളിപ്പറമ്പിൽ ശ്യാമള 25,000 വോട്ടിന് കഴിഞ്ഞ തവണ മുമ്പ് തളിപ്പറമ്പിൽ ആരായിരുന്നു ഞാൻ മറന്നുപോയി. 35,000-36,000 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് ഇയാൾ, അല്ല 40,000 വോട്ടിന് മുകളിൽ ജയിച്ച സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഈ PK ശ്യാമളയ്ക്ക് 20,000-23,000 വോട്ടിനാണ് അവർ പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിയുടെ കുത്തകയായിട്ടുള്ള സർവവും പാർട്ടിയായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഇത്രയും വോട്ടിന് അവർ തോറ്റു എന്ന് ചോദിച്ചാൽ അത് സാധാരണ പാർട്ടി പ്രവർത്തകർ വികാരമാണ്. അത് ഇപ്പോൾ ഇവർ തിരിച്ചറിഞ്ഞപ്പം യുവമാർ കണ്ണൂർ ലോബി, അതായത് പിണറായി, പിന്നെ ഗോവിന്ദൻ, രാകേഷ് തുടങ്ങിയ ആ ഒരു ലോബി ഭയന്നു. ശരിക്കും വരുന്നു. അതുകൊണ്ടാണ് അവിടെ ഒന്ന് ആലോചിച്ച്, പാർട്ടിക്കാർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അവർ പറയുന്നത് ഇവരെ മാറ്റി ഇയാളെ സെക്രട്ടറി ആക്കണമെന്ന്. കാരണം പാർട്ടിയുടെ കേഡർ സ്വഭാവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ആണുള്ളത്. അല്ല, മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ പണ്ടത്തെ പോലെ കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല. കാരണം എന്താണെന്നറിയാമോ? അണികളെ വിളിച്ചിട്ട് ഇപ്പോൾ മറ്റേ കഴുത്തോട്ടിട്ട് വാടാന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയുന്ന കാലം കഴിഞ്ഞു. കാരണം നിങ്ങളുടെ നേതാക്കന്മാരെ മക്കൾ എവിടെയെന്ന് ചോദിക്കും. നിങ്ങളുടെ നേതാക്കന്മാരെ മക്കളെ എല്ലാം ബ്രിട്ടനിലും മറ്റേ പഠിപ്പിച്ച് ഗൾഫിൽ ബിസിനസ്സും ഒക്കെ ആയിട്ട് നടത്തിയിട്ട് ഞങ്ങളെ പറഞ്ഞേച്ച് കൊലപാതകം നടത്താനാണോ എന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങി. അവിടെ പിന്നെ ഡയറക്റ്റായിട്ട് ഇവർ എത്ര പേർക്കെതിരെ നടപടി എടുക്കും? ഇപ്പം PK ശ്യാമള തോറ്റു, പിന്നെ TI മധുസൂദനൻ തോറ്റു. നിങ്ങൾ ആർക്കെതിരെ അന്വേഷണ കമ്മീഷനെ വയ്ക്കും? ആർക്കെതിരെ വയ്ക്കും? നിങ്ങൾ എന്താ ചെയ്തത്? കഴിഞ്ഞ തവണ സലാം എന്ന് പറയുന്ന ആൾക്ക് അമ്പലപ്പുഴ വോട്ട് കുറഞ്ഞപ്പം എളമരം കരീമിനെ ഉപയോഗിച്ച് നിങ്ങൾ പിണറായിയുടെ അജണ്ട നടപ്പാക്കി. സുധാകരൻ കൊടുത്ത വിശദീകരണം നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. നിങ്ങൾ പിണറായിയുടെ അജണ്ട നടപ്പാക്കിയിട്ട് നാട്ടുകാർക്കിടയിൽ മതിപ്പുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റായിട്ടുള്ള സുധാകരനെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തി. എന്നിട്ട് പടിപടിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ച് അയാളുടെ തന്തയ്ക്ക് വിളിച്ചു. അതായത് വന്ധ്യവയോധികനാണ്. ഈ തന്തയ്ക്ക് വിളിച്ച സൈബർ കമ്മിക്ക് അയാളുടെ കൊച്ചുമകനാണുള്ള പ്രായം പോലും ഇല്ല. SFIയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്ന ആൾ, ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഏതെല്ലാം പദവി വഹിച്ച് മന്ത്രി എന്നുള്ള നിലയിൽ വളരെ മാന്യമായി ഇതുപോലെ തീവട്ടി കൊള്ള നടത്തുകയും ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ ആ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ കഴിഞ്ഞ സുധാകരൻ മന്ത്രിയായിരുന്ന എല്ലാ മന്ത്രിസഭകളിലും ഈ മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കാൻ ഏറ്റവും കുറഞ്ഞ പൈസ ചിലവാക്കിയത് G സുധാകരനായിരുന്നു. അതെ. അപ്പം G സുധാകരനെ നിങ്ങൾ അധികാരമോഹി എന്ന് വിളിച്ചു. 75 വയസ്സ് കഴിഞ്ഞ G സുധാകരനും 78 വയസ്സ് കഴിഞ്ഞ TK ഗോവിന്ദനും അത്രയും തന്നെ ഏതാണ്ടൊക്കെ പ്രായമുള്ള V കുഞ്ഞികൃഷ്ണനും അടക്കമുള്ളവർ ജയിച്ചെങ്കിൽ, അപ്പോൾ പിണറായി വിജയൻ 80 വയസ്സ് കഴിഞ്ഞു. AK ശശീന്ദ്രൻ അതിലും പ്രായമുണ്ടായിരുന്നു അല്ലേ? AK ശശീന്ദ്രൻ പാർട്ടിക്കാരനല്ല, LDF മുന്നണിയിൽപ്പെട്ട ആളാണ്. രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് എത്ര വയസ്സുണ്ട്? അതായത് വൃദ്ധരുടെ ഒരു കൂടാരം നിങ്ങൾ തീർക്കാൻ ശ്രമിച്ചു
അല്ലേ? മണിയാശാനത്തോളം എന്തായാലും മാറ്റി നിർത്തി. അതെ, മണിയാശാൻ ഈ പ്രായപരിധി പറഞ്ഞ് മാറ്റി നിർത്തി അതെ. ജയചന്ദ്രനെ കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? മണിയാശാൻ എഫക്റ്റ് ജയചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ തോറ്റു. അപ്പോൾ ഈ പിന്നെ കണ്ണൂരിൽ സംഭവിക്കുന്നത് എന്താണ്? കണ്ണൂരിൽ സംഭവിക്കുന്നത് പാർട്ടി താക്കീത് കൊടുത്തു കഴിഞ്ഞു. അതായത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിലെ അണികൾ അല്ലെ പ്രവർത്തകർ അല്ലെ ഈ പാർട്ടിയിലെ പിന്നെ എന്താ പറയുന്നത് കേഡർ അംഗങ്ങൾ, അതായത് ലോക്കൽ കമ്മിറ്റി. ഇത്തവണ 3 ജയരാജന്മാരെ ഇവർ മാറ്റി നിർത്തിയിരുന്നു. അതെ, 3 ജയരാജന്മാരെ മാറ്റി. എന്തിനാണ് നിങ്ങൾ ഗോവിന്ദനെ മാറ്റി നിർത്തിയത്? പ്രചാരണം നയിക്കാൻ എന്തിനാണ് ഗോവിന്ദനെ മാറ്റി നിർത്തിയത്? അപ്പം നിങ്ങളൊക്കെ ഉതിർക്കുന്ന ഒരു ന്യായീകരണമുണ്ട്. ഇപ്പം കോങ്ങാട് തുളസി അല്ലേ, പ്രൊഫസർ കെ തുളസി, വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ. അപ്പം ഇന്നലെ കണ്ട ഒരു ശ്രദ്ധേയമായ ഒരു പോസ്റ്റാണ്, ഒരു അന്തം കമ്മി ഇട്ടിരിക്കുകയാണ് പോസ്റ്റ്. വി കെ ശ്രീകണ്ഠനും ഭാര്യയും ഒരു വീട്ടിൽ നിന്നൊരു MP MLA എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എന്നിട്ട് ഇതിനെ വെച്ച് ന്യായീകരിക്കുകയാണ്. എന്താണ്? കോൺഗ്രസ്സുകാർക്കായിട്ട് ഇവിടെ ഒരു മാപ്രയ്ക്കും അനങ്ങണ്ട, ഇവിടെ ഒരു ആൾക്കാർക്കും ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, എല്ലാവരും വായി പഴം തിരികിയിരിക്കുന്നു പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, സത്യമാണല്ലോ, ഇവിടെ ഒരു മാപ്രയെ അത് എന്താ പറയുന്നത് ചർച്ച ചെയ്തില്ല. ഈ ഭാര്യയും ഭർത്താവ് MP MLA ആകുന്നതിനെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്തില്ല. പക്ഷേ പിന്നെ MP ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമള ഗോവിന്ദൻ ഒഴിഞ്ഞ സീറ്റിലേക്ക് മത്സരിക്കാൻ വരും എന്നുള്ളത് ചർച്ച ചെയ്തു. ആണല്ലോ. മാത്രമല്ല ശ്രീകണ്ഠൻ ഒഴിഞ്ഞ സീറ്റിലേക്ക് അല്ല ഭാര്യ കൊണ്ടുവന്നത്. മാത്രമല്ല അവർ നേരത്തെ രാഷ്ട്രീയ നേതാവാണ്, അവർ പിന്നെ വനിതാ കമ്മീഷൻ അംഗമൊക്കെ ആയിരുന്നു, അവരുടെ പ്രമുഖ നേതാവാണ് അവർ. അത് തന്നെ ഇവിടെയും പറയുന്നേ. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. CPM ഇത്തരം ഒരു കീഴ്വഴക്കമില്ല. ഇല്ല, അതാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. അല്ലാതെ ഈ വി കെ ശ്രീകണ്ഠൻ്റെ ഭാര്യയ്ക്ക് ഇതായിക്കൂടെ, അല്ല പിന്നെ മറ്റേതായിക്കൂടെ, അതല്ലാതെ അവിടുത്തെ ചോദ്യം. CPM പോലെ ഒരു പാർട്ടിയിൽ ഇങ്ങനെയുള്ള ഒരു EMSന്റെയും നായനാരുടെയും CH കണാരൻ്റെയും പിന്നെ ചടയം ഗോവിന്ദൻ്റെയൊക്കെ മക്കളും ഭാര്യമാരും ഒക്കെ അവിടെ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അതാണ്. അപ്പം പിന്നെ ഇവർ സുശീല ഗോപാലിൻ്റെ പേര്, പക്ഷേ സുശീല ഗോപാലിനും AKG ഒരേ കാലഘട്ടത്തിൽ MP മാരായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ സാഹചര്യം. ഇന്ന് അങ്ങനെയല്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എണ്ണം പറഞ്ഞ നേതാക്കൾ ഉള്ള സമയത്ത് ഇവർ പാർലമെന്റിലേക്ക് ആവശ്യത്തിനാണെന്നുള്ള രീതിയിൽ മാത്രമല്ല ആലപ്പുഴ പോലുള്ള ഒരു മണ്ഡലത്തിൽ അന്ന് സുശീല ഗോപാലൻ പിടിച്ചെടുക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇത് അതുപോലെ അല്ലല്ലോ. ഇതിപ്പം തളിപ്പറമ്പ് പോലെ ഒരു മണ്ഡലത്തിൽ, അല്ലെ പയ്യന്നൂർ പോലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിൽ വന്ന പിഴവാണ് ഏറ്റവും. ഈ ശ്യാമളയും ഈ മധുസൂദനും അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ആ 2 സീറ്റ് ഇവർക്ക് കിട്ടുമായിരുന്നു അല്ലേ? മാത്രമല്ല രണ്ടുപേരും അപ്രതീക്ഷിത MLA-മാരുമായി, ഈ കുഞ്ഞികൃഷ്ണനും ഈ TK ഗോവിന്ദനും അവർ ആഗ്രഹിച്ചിരുന്നതേ അല്ല. അത് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. N സുകന്യ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പറമ്പില്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ഇവിടുത്തെ ഈ ഫണ്ട് എക്സാഷ് ഫണ്ട് കൈയിട്ട് വാരിയതിൻ്റെ പേരിൽ നടപടിക്കണമെന്നാണ് ഈ രണ്ടുപേരും പറഞ്ഞത്. എന്തായാലും പാർട്ടിയിലെ തിരുത്തൽ പണ്ട് ആലപ്പുഴയിൽ നിന്നായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണൂരൂടെ കൂടി ആലപ്പുഴ ഉണ്ട്. ജനം തിരുത്തിയെന്നല്ല, പാർട്ടി തിരുത്തി. പാർട്ടി എന്ന് പറഞ്ഞാൽ ജനമാണ്. അതാണ് അവർ പറഞ്ഞത്. നേതാക്കളല്ല പാർട്ടി. പാർട്ടിയിലെ വെറും പ്രവർത്തകർ മാത്രമാണ് ഈ നേതാക്കൾ. അറബിക്കഥ സിനിമയിൽ അവസാനം ഈ മറ്റേ അഴിമതിക്കാരനായ മന്ത്രിയുടെ ശ്രീനിവാസന്റെ കഥാപാത്രം പറയും, നീ ആരും അല്ല, പാർട്ടിയാണ് ആ സംഘശക്തി, അതാണ് നീ, അത് വിട്ടു കഴിഞ്ഞാൽ നീ ആരും അല്ല എന്ന് പറയും. അത് പിണറായി വിജയൻ്റെ MP ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കി അവിടുത്തെ നാട്ടുകാർ പറഞ്ഞതാണ്. പാർട്ടിയാണ് എല്ലാം വലുത്, ജനങ്ങളാണ്. അതല്ലാതെ അവരെ മറന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പരിപാടികൾ കാണിച്ചാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. നീയൊക്കെ ആരും അല്ല എന്നാണ്. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റിന് യോഗം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾ ഇയാൾക്കെതിരെ സംസാരിക്കുമോയെന്നറിയാം? പിണറായി വിജയനെതിരെ ഏതെങ്കിലും ഒരു സെക്രട്ടേറിയറ്റ് അംഗം സംസാരിക്കുമോ? ഇത്രയൊക്കെ ആയി, ഇനി സംസാരിക്കും. ഏതെങ്കിലും പ്രാദേശിക കവിമാരെ കൊണ്ട് കവിത എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, കവിത വായിക്കുമായിരിക്കും. അതാണ് പിണറായി വിജയനെതിരെ ചലിക്കാൻ ഒരാളും ഇപ്പോഴും ധൈര്യപ്പെടില്ല. അതാണ് സത്യം. നേതാക്കന്മാർ അണികൾക്ക് അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ ഭരണവിരുദ്ധ വികാരമില്ല. ഇവിടെ CPM ഇവിടെ കോൺഗ്രസ് BJP അജണ്ട നടന്നു, അവർ തമ്മിലുള്ള ബാന്ധവമാണ്. പിന്നെ കോൺഗ്രസിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഡാഷ്മോൻ രേവന്ത് റെഡ്ഡി അടക്കം കാശ് കൊടുത്തു ഇവരെ പുറത്താക്കാൻ വേണ്ടി. ഡാഷ്മോനെ എന്ന് വിളിച്ചപ്പോൾ കൂടുതൽ കാശ് കൊടുത്തു. ഇതൊക്കെ ആയിരിക്കും ഇവരെ വിചിത്രമായ ന്യായീകരണങ്ങൾ. അല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മണ്ടന്മാരല്ല, അത് മനസ്സിലാക്കണം. ഇവർക്ക് എല്ലാം ഉള്ള തെറ്റിദ്ധാരണ അതാണ്. ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാണെന്ന് ഇവരെപ്പോഴും വിചാരിക്കും. ഒന്നുമല്ല, നല്ല നമ്മൾ സംസാരിക്കുക, നമ്മൾ അതുകൂടെ പറയണം. ഇപ്പം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി UDF അടി നടക്കുന്നുണ്ട്. അപ്പോൾ VD സതീശൻ എല്ലാവരും മുഖ്യമന്ത്രി വന്നാൽ ഇവിടുത്തെ ജനം പ്രതികരിക്കും ഉറപ്പായിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് താല്പര്യം VD സതീശൻ വരണമെന്നാണ്. കാരണം അദ്ദേഹത്തിന് ഈ 2021 തൊട്ട് 26 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത സമരങ്ങളും അദ്ദേഹം നയിച്ച കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഇവിടെ നടന്നു. അല്ല, അത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്.
കെ.സി. വേണുഗോപാൽ എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി യോഗ്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പറ്റും. അദ്ദേഹം രാജ്യസഭ ഒഴിഞ്ഞപ്പോൾ അത് കിട്ടിയത് BJP-ക്കായിരുന്നു. ആ രാജ്യസഭത്തിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ അദ്ദേഹം രാജിവെച്ചാണ് ലോക്സഭയിലേക്ക്. അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കേണ്ടായിരുന്നു. രാജ്യസഭ ഏതാണ്ട് കാലാവധി കഴിയാറായി കാണുമായിരിക്കും. അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചാൽ മതിയായിരുന്നു, ഈ പ്രശ്നം വരില്ലായിരുന്നു. ഏതായാലും അതും എന്തായാലും പാർട്ടിക്കുള്ളിൽ കൊട്ടാര വിപ്ലവം അരങ്ങേറുകയാണ്. പാർട്ടി അംഗങ്ങൾ പരസ്യമായി രംഗത്തേക്ക് വരാൻ പോകുന്നു. അവർ ഈ പിന്നെ പാർട്ടി ഘടകങ്ങളിൽ പറയുന്ന ആ ഒരു കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറി തന്നെ CPM-നുള്ളിൽ. ഈ ജനങ്ങളെ മറക്കരുത്. അത് രണ്ടുപേർക്കും 3 മുന്നണിക്കും ബാധകമാണ്. ജനങ്ങളെ മണ്ടന്മാരല്ല, ജനങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ ജനം ശക്തിയായ രീതിയിൽ തിരിച്ചടിയായി.